യെസ്, അപ്പോൾ ഇന്നാണ് സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ബജറ്റായതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചില വൻകിട വ്യവസായ പദ്ധതികൾക്കും സാധ്യതയുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള സഹായം, വയോജന സംരക്ഷണ പദ്ധതികൾ എന്നിവയും ബജറ്റിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാരിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, എന്തൊക്കെയാണ് ധനമന്ത്രിയുടെ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് സുനിൽ ഐസക്, സെയ്ഫ് സൈൻലാബ്ദീൻ, വിജിൻ വായനോടൊപ്പം തന്നെ സിജോ വി ജോൺ എന്നിവരാണ് ചേരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരിലേക്കും പോകാം, എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സോ ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാവരും കൂടെ ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്നൊരു പ്രത്യേകത, അതിനപ്പുറത്തേക്ക് ഒരുപാട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ധനമന്ത്രി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇന്ന് കയ്യടിക്കേറെ വകയുള്ള ഒരു ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഗുഡ് മോർണിംഗ് സൈഫു ആൻഡ് ജിൽസി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കെ.എൻ. ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നതാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. അതൊരു മധുരപ്പെട്ടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അപ്രിയമാകുന്ന ഒന്നും അതിനുണ്ടാവില്ല. അത് ഒരു ജനപ്രിയ ബജറ്റ് ആകുമെന്ന കാര്യം ഉറപ്പാണ്. പല ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. കാരണം കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് 2500 രൂപയാകും പെൻഷൻ വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് 2000-ൽ വന്ന് നിൽക്കുകയാണ്. 2500 മുട്ടുമോ എന്ന് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. കേരള കോൺഗ്രസ് റബ്ബറിന് താങ്ങുവില വേണമെന്ന് കൂട്ടണമെന്ന്, വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വർധന ഉണ്ടാവുമോ? പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വർധന ഉണ്ടാവുമോ? മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അതിവേഗ റെയിൽവേ പാതയ്ക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൽ 20% തുക മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ആകാംക്ഷ പകരുന്ന നിരവധി ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരണത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ആ ബജറ്റിന്റെ എല്ലാ വിവരങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീമും ഇവിടെ നിയമസഭയിൽ സുസജ്ജമാണ്. എന്തായാലും എന്തൊക്കെയാണ് ബജറ്റ് പ്രതീക്ഷകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് നമുക്ക് സെയ്ഫ് സൈൻലാബ്ദീനിലേക്ക് പോകാം. സെയ്ഫേ, ഇന്നലെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. അതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലഗോപാലിന്റെ പെട്ടി ഒരു മധുരപ്പെട്ടി തന്നെ ആവില്ലേ? തീർച്ചയായിട്ടും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ ഇതിനൊക്കെ രാവിലെ ഞാൻ ജിൽസിയാണെന്ന് തോന്നുന്നു മോർണിംഗ് ഉണ്ടായിരുന്നു. ജിൽസിയുടെ പറഞ്ഞത് ഒരു മധുരപ്പെട്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത്രയും മധുരം അതിന് ഇല്ലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ 9 മണിക്ക് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് അത് മധുരപ്പെട്ടിയായിരിക്കും. ആ മധുരത്തിൽ കുറച്ച് നമുക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സുനിൽ ആദ്യം സൂചിപ്പിച്ച കാര്യമാണ് ക്ഷേമ പെൻഷൻ. അത് ഏത് ബജറ്റായാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷന്റെ വർധന ഉണ്ടാവുമോ എന്നതാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ ആൾക്കാർക്കിടയിൽ ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ പിണറായി വിജയൻ പറയും, അതിപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിനകത്ത് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതാണ് അതുകൊണ്ട് 2500 രൂപയാകും ബജറ്റ് എന്ന പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതിനൊപ്പം തന്നെ ധനമന്ത്രി നമ്മൾ കാണാതെ പോകുന്നത്, കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ 2000-ൽ നിന്ന് 2500-ലേക്ക് എത്തിച്ചേരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള അതിനിടയിൽ കെ.എൻ. ബാലഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 6ാമത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ്. നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന പല പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകും. LDF സർക്കാർ കേരളത്തിന് അനുഭവവേദ്യമാക്കിയ വികസന വിപ്ലവത്തിന്റെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള രേഖയായി ബജറ്റിന് മാറാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈനാ അല്ലേ? നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെയാണ് കെ.എൻ. ബാലഗോപാൽ. അതെ, വികസനത്തിന്റെ പുതിയ മുഖം, അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി ഇതുവരെ ചെലവാക്കിയ പണം അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ള സൂചന നൽകുന്നുണ്ട്. എല്ലാത്തിലും ഒരു പോസിറ്റീവ് സൈൻ ആ വാചകങ്ങൾക്കിടയിലുണ്ട്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ബജറ്റ്. അതിനൊപ്പം തന്നെ ഈ ബജറ്റ് അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റാണ്. സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ആ ബജറ്റിനകത്ത് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച 5 ബജറ്റ് പോലെ ആയിരിക്കില്ല. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും.
അതിൽ ഇപ്പൊ തന്നെ എന്തൊക്കെയാ പ്രതീക്ഷിക്കാന്നുള്ളൊരു ഫീല് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഇതിനെ? അതായത് ഇന്നലെ അതിവേഗ റെയിൽ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത് കഴിഞ്ഞു കേന്ദ്രത്തോട്. അതിൽ 20% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. പിണറായി സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കെ റെയിൽ, പിന്നീട് സിൽവർ ലൈൻ പദ്ധതി. അത് പിന്നീട് ചില എതിർപ്പുകളൊക്കെ കൊണ്ട് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പുതിയ പേരിൽ അതിവേഗ റെയിൽവേ പദ്ധതി വരികയാണ്. എന്തായാലും അതിനുവേണ്ടി തുക മാറ്റിവെക്കാൻ സാധ്യതയില്ല. തീർച്ചയായും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനം, അത് ബജറ്റിന് അംഗീകാരം നൽകാൻ ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഈ റെയിൽ ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള തീരുമാനം, കെ റെയിൽ എന്ന പേരും സിൽവർ ലൈൻ പദ്ധതി അതും ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതായത് പേരും രൂപവും മാറുമെങ്കിലും പക്ഷേ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ആ കാര്യത്തിലുള്ള തീരുമാനം. സ്വാഭാവികമായും സർക്കാരിന് ഒരുപാട് വലിയ തുക കണ്ടെത്തേണ്ടി വരും, മാറ്റിവെക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ്, നമ്മൾ നാഷണൽ ഹൈവേ ഒക്കെ നമ്മൾ വഹിച്ച വിഹിതം എത്രയാണെന്ന് കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും കൂടുതൽ പണം നീക്കി വെക്കേണ്ടി വരും. പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ രണ്ടിടത്ത തീരുമാനങ്ങളിൽ മറ്റൊന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ അവരുടെ ബാങ്ക് ലോണുകൾ എഴുതിത്തള്ളാനാണ് തീരുമാനം. നേരത്തെ കേരള ബാങ്ക് എഴുതിത്തള്ളി ആ പണം കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന് ആ പണം കൊടുക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന മറ്റുള്ളവരുടെ, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കടം അത് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയാം പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മറ്റൊന്ന് ഈ കന്യാസ്ത്രീകൾക്കും മഠം മതസ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കന്യാസ്ത്രീയുടെ വെളിപ്പെടുത്തലിന്റെ ഒക്കെ പിന്നാലെ അവരുടെ പെൻഷൻ നൽകുന്ന ഒരു സ്ത്രീകൾ, അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാത്ത സ്ത്രീകൾ, അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഈ ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി അത് മാറും എന്ന് പ്രതീക്ഷിക്കുക. അതിനൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക സുനിൽ, ഈ കെ റെയിൽ വരും എന്ന് പറഞ്ഞു, കെ റെയിൽ വന്നില്ല. ഇപ്പോൾ RRTS വരും, അതിന് തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ബജറ്റിൽ അതിനകത്ത് പണം വകയരുത്. അതുകൊണ്ടാണ് അത് ഇന്നലെ രാത്രി തന്നെ വൈകിയായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത്. അതെ, സുനിലിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോയി അപ്പം വിറ്റിട്ട് പെട്ടെന്ന് തിരിച്ചു വീണ്ടും ചർച്ചയിലേക്ക് വരും. പിന്നെ ഏറ്റവും ഒടുവിൽ വന്ന പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി അല്ലേ? അതിന്റെ സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ആളുകളേക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നടപടി വരികയാണ്. 1000 രൂപയാണ് നിലവിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് വകയിരുത്തും എന്ന് പറഞ്ഞിട്ട് അല്ല അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണല്ലോ, ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കും കൂടിയാണ് അവർ. പക്ഷേ അതിലൊരു വർധനമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം പ്രഖ്യാപനം നടന്നിട്ട് ഏകദേശം ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് അതിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. ഇന്നലെ മന്ത്രിസഭാ യോഗമായി പ്രഖ്യാപിച്ച 2 തീരുമാനങ്ങൾ ഈ അവസാന ബജറ്റ് ആയതുകൊണ്ട് സേഫൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടപ്പിലാക്കണ്ടല്ലോ, അതുകൊണ്ട് എന്തും വാരിക്കോരി കൊടുക്കാം എന്നുള്ളതായിരിക്കുമല്ലോ ഒരു സ്വാഭാവികമായി അങ്ങനെ ഒരു ആലോചന തോന്നലുണ്ടാവും. തോന്നല് കഴിഞ്ഞ 2021 വരെ അങ്ങനത്തെ ഒരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ 2021 ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അടുത്ത സർക്കാരിനല്ലേ കൊടുക്കേണ്ടത്, എന്തും പ്രഖ്യാപിക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് ധനമന്ത്രി KN ബാലഗോപാലിനായിപ്പോയി എന്നുള്ളതാണ്. ആ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ബജറ്റ് തന്നെയായിരിക്കും സ്വാഭാവികം. അല്ല, തീർച്ചയായിട്ടും. കാരണം ബജറ്റാണല്ലോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ബജറ്റാണ്. അതിനപ്പുറത്തേക്ക് പോയി ബജറ്റ് അവതരണം കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയി പ്രഖ്യാപിക്കാൻ കഴിയില്ല. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേറെ ചില പ്രഖ്യാപനങ്ങളുണ്ടാകും. പക്ഷേ ബജറ്റിനകത്തുണ്ടാകും പിണറായി എന്താണ് കാണുന്നത് തന്നെ. അതായത് സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപിക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. അതായത് അതൊരു പ്രഹസനമാണ് എന്ന ഒരു നിലപാട്, ഒരു വിലയിരുത്തലൊക്കെയാണ് ഇന്നലെ പ്രതിപക്ഷം നടത്തുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അതായത് സത്യത്തിൽ ഒരു 10-15 ദിവസം കഴിയുമ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അതോടുകൂടി പിന്നീട് പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നത് യാഥാർത്ഥ്യവുമാണ്.